നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതുവരെ ആരും പറയാത്ത അറിവുകൾ എന്നുള്ള വീഡിയോ പരമ്പര നമ്മൾ ഇപ്പോൾ ചെയ്തു വരികയാണ്. നമ്മുടെ ആധ്യാത്മിക രംഗത്ത് ഭാരതീയമായിട്ടുള്ള ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഏതാനും വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ അതിന്റെ തുടർച്ചയാണ്. നമുക്ക് വിലപ്പെട്ട ചില അറിവുകൾ ഇന്നത്തെ വീഡിയോയിലും പകരാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് ജാതകദോഷം മൂലമുള്ള ദാരിദ്ര്യം എങ്ങനെ ശമിപ്പിക്കാം അതിനുള്ള ചെറിയ ഉപായമാണ് പറയുന്നത്. ജാതക ദോഷ ഫലമായിട്ട് ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നവർ നിരവധിയാണ്. അവർക്കുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് വിഷ്ണു പതിപുണ്യകാല വഴിപാട്. വർഷത്തിൽ 4 ദിവസം മാത്രം വരുന്ന ഈ അതിവിശേഷപ്പെട്ട ദിവസങ്ങളിൽ വഴിപാട് നടത്തുകയാണെങ്കിൽ അത് ഏതു തരത്തിലുള്ള ദുഃഖങ്ങൾക്കും ദാരിദ്ര്യത്തിനും ശമനമുണ്ടാകുമെന്നാണ് പുരാണം പറയുന്നത്. അർദ്ധരാത്രി 1:30 മുതൽ കാലത്ത് 10:30 വരെയുള്ള സമയത്തെയാണ് വർഷത്തിൽ 4 ദിവസങ്ങളിൽ വരുന്ന ഈ സമയങ്ങളെയാണ് വിഷ്ണു പതിപുണ്യകാലം എന്ന് പറയുന്നത്. ഇത് ഇടവം 1-ാം തീയതിയും ചിങ്ങം 1-ാം തീയതിയും വൃശ്ചികം 1-ാം തീയതിയും കുംഭം 1-ാം തീയതിയുമാണ് വരുന്നത്. ഈ ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും ദാരിദ്ര്യം, ദുഃഖം ഇവയൊക്കെ അനുഭവിക്കുന്നവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ പ്രാർത്ഥിക്കുകയും നമ്മുടെ ശക്തിക്കൊത്ത രീതിയിൽ വഴിപാടുകൾ നടത്തുകയും മഹാവിഷ്ണു മന്ത്രങ്ങൾ അന്നേ ദിവസം ഈ സമയത്തിനുള്ളിൽ ജപിക്കുകയും ചെയ്യുന്നത് ഏത് ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സഹായകരമാണ്. ദാരിദ്ര്യം ഇല്ലാതായി സമ്പത്ത് വർദ്ധിക്കുന്നതിനും എല്ലാവിധത്തിലുള്ള ദുഃഖത്തിന് ശമനമുണ്ടായി സന്തോഷം വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കും. ഇപ്പോൾ നമുക്ക് അടുത്തൊരു ചെറിയ വിഷയത്തെ പരിചയപ്പെടാം. പല ക്ഷേത്രങ്ങളിലും നിങ്ങൾ നാഗലിംഗപ്പൂവ് കണ്ടിട്ടുണ്ടാകും. എന്റെ തീർത്ഥയാത്ര എന്നുള്ള ക്ഷേത്ര സംബന്ധമായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിരവധി ക്ഷേത്രങ്ങളിൽ നാഗലിംഗപ്പൂവ് നിൽക്കുന്നത് ഞാൻ വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നാഗലിംഗപ്പൂവ് പൂജയ്ക്ക് ഉപയോഗിക്കുമോ എന്നുള്ളത് പലർക്കും സംശയമായിട്ടുള്ള കാര്യമാണ്. ആ അറിവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പറയുന്നത്. ശിവലിംഗത്തിന് നാഗങ്ങൾ കുട പിടിക്കുന്ന രീതിയിലാണ് ഈ നാഗലിംഗപ്പൂവ് ഉള്ളത്. ഇത് പുഷ്പിക്കുന്നത് അപൂർവമാണ്. ശിവലിംഗം, നാഗരാജാവ്, എല്ലാവിധത്തിലുള്ള സർപ്പപൂജകൾ, നവശക്തി എന്നറിയപ്പെടുന്ന 9 ശക്തിയുടെ പൂജകൾ, ഈ പൂജാരീതികളിലൊക്കെ തന്നെ നാഗലിംഗപ്പൂവ് പൂജാപുഷ്പമായി തെരഞ്ഞെടുക്കാറുണ്ട്. നാഗദോഷം മാറ്റാനായിട്ട് നടത്തപ്പെടുന്ന നാഗപൂജയിലും നാഗലിംഗപ്പൂവ് അതിവിശേഷമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യത്തിനുള്ള സംശയ നിവൃത്തിയാണ്. സ്വർണ്ണമെട്ടി കാലിൽ അണിയാമോ എന്നുള്ളതാണ് ചോദ്യം. സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളൊന്നും തന്നെ അരയ്ക്ക് താഴോട്ട് അണിയാൻ നമ്മളുടെ ശാസ്ത്രം വിധിക്കുന്നില്ല. സ്വർണം എന്നുള്ളത് മഹാലക്ഷ്മി അധിവസിക്കുന്ന ലോഹമാണ്. അതുകൊണ്ട് തന്നെ അത് അരയ്ക്ക് താഴോട്ട് അണിയുന്നത് ലക്ഷ്മി ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അത് സ്വർണ്ണ മെട്ടിയാകട്ടെ, സ്വർണം കൊണ്ടുള്ള കൊലുസാകട്ടെ, എന്തുമാകട്ടെ അണിയരുത് എന്നാണ് നമ്മളുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അത് ദൈവനിന്ദയായിട്ട് കരുതപ്പെടും. മറ്റ് ലോഹങ്ങൾ നിങ്ങൾക്ക് മിട്ടിയായിട്ടോ പാദസരമായിട്ടോ ഒക്കെ അണിയാവുന്നതാണ്. സ്വർണം മാത്രം ഉപയോഗിക്കാതിരിക്കുക. എല്ലാവരും വൃശ്ചിക മാസം വരുമ്പോൾ മണ്ഡലകാലം എന്ന് കേൾക്കാറുണ്ട്. എന്താണ് മണ്ഡലകാലം എന്നുള്ളതാണ് അടുത്ത അറിവ്. 3 പക്ഷങ്ങൾ അടങ്ങിയതാണ് ഒരു മണ്ഡലം. ഒരു പക്ഷം എന്നുള്ളത് 15 ദിവസമാണ്. നാം ഏവരും കറുത്ത പക്ഷം, വെളുത്ത പക്ഷം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പക്ഷങ്ങൾ ഉണ്ടാകുന്നത്. പ്രഥമ മുതൽ അമാവാസി വരെയും അതിനുശേഷം വീണ്ടും പ്രഥമ മുതൽ പൗർണമി വരെയും അങ്ങനെ കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും മാറി മാറി വരുന്നു. ഇത്തരത്തിൽ 3 പക്ഷങ്ങൾ അടങ്ങിയതാണ് ഒരു മണ്ഡലം എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് 45 ദിവസമാണ് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മണ്ഡലം എന്നുള്ളത് 41 ദിവസമായും നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ചില ഗ്രന്ഥങ്ങളിലൊക്കെ അത് 41, 45, 48 എന്നീ വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളിലാണ് പറയുന്നത്. ഇപ്പോൾ പൊതുവെ മണ്ഡലകാലം എന്നുള്ളത് 41 ദിവസം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. 41 ദിവസം തുടർച്ചയായിട്ട് ഒരു വ്രതാനുഷ്ഠാനമോ മന്ത്രജപമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആധ്യാത്മിക പ്രവൃത്തിയോ ചെയ്യുന്നതിന് ഫലസിദ്ധി കൂടുതലായിട്ട് ലഭിക്കാറുണ്ട്. ഇനി നമുക്ക് ശംഖുപുഷ്പത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയേണ്ടത്.
ശംഖുപുഷ്പത്തിന്റെ ആയുർവേദപരമായിട്ടും ഒക്കെയുള്ള ഗുണങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതിയും ഒക്കെ കാണിച്ചുകൊണ്ട് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ആധ്യാത്മിക വശങ്ങളും അതിന്റെ ഐതിഹ്യവുമാണ് പറയുന്നത്. നമ്മുടെ വേലികളിലും ഉദ്യാനങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള നീല നിറത്തിലുള്ള പുഷ്പമാണ് ശംഖുപുഷ്പം. നീലോൽപ്പലം എന്നാണ് ശംഖുപുഷ്പത്തിന്റെ വിളിപ്പേര്. ശംഖിന്റെ ആകൃതിയിലുള്ളത് കൊണ്ടാണ് ഇതിന് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇത് നീല നിറത്തിലും വെള്ള നിറത്തിലും ഒക്കെ ഉണ്ട്. എന്നാൽ നീല നിറത്തിലുള്ളതിനാണ് ഗുണം കൂടുതലായിട്ട് പറയപ്പെടുന്നത്. ഈ പുഷ്പത്തെ ഗണപതിയുടെ അംശമായി കരുതുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചൊവ്വ, ശനി എന്നീ ദിവസങ്ങളിൽ ഇത് മാല കെട്ടി ഗണപതി ഭഗവാന് ചാർത്തുന്ന പക്ഷം ആ വ്യക്തികൾക്ക് കടങ്ങളെല്ലാം തീരും, സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം വീട്ടിൽ ഒരു ശംഖിന്റെ കോലമിട്ട് ഒരു ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. കൂടാതെ മഹാവിഷ്ണുവിന് ശംഖുപുഷ്പം മാലയായിട്ടോ അല്ലാതെയോ ഏകാദശി, ശനിയാഴ്ച എന്നീ ദിവസങ്ങളിൽ സമർപ്പിക്കുന്നത് വിഷ്ണു പ്രീതിക്ക് സഹായകരമാണ്. അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് നിവേദ്യം സമർപ്പിച്ച് പൂജിച്ചാൽ മഹാവിഷ്ണുവിന്റെ പ്രീതി ലഭിക്കുകയും ആ വ്യക്തിക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. സന്താന ഭാഗ്യമില്ലാത്തവർ വലം പിരി ശംഖെടുത്ത് സ്വസ്തിക കോലം മരപ്പലകയിൽ വരച്ചതിന് ശേഷം അതിൽ ഈ ശംഖ് വെച്ച് അതിന്റെ മുന്നിലായി വിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ ഫോട്ടോ വെച്ച് അലങ്കരിച്ച് ശംഖുപുഷ്പവും തുളസിയും കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്ന പക്ഷം സന്താന ഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ ശംഖുപുഷ്പപ്പൂവ് പലയിടത്തും വേലികളിലൊക്കെ പടർന്ന് നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ പലർക്കും ഇതിന്റെ പ്രയോജനമൊന്നും അറിയില്ല. വെളിരാജ്യങ്ങളിലൊക്കെ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് ചായക്ക് പകരമായി, തേയിലയ്ക്ക് പകരമായി ശംഖുപുഷ്പം കൊണ്ടുള്ള ചായയും പലരും കുടിക്കാറുണ്ട്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ശംഖുപുഷ്പം. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ജാതകദോഷം കൊണ്ട് പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ അവരുടെ ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശംഖുപുഷ്പത്തിന്റെ ചാറെടുത്ത് ചന്ദനം, മഞ്ഞൾ, ഗോരോചനം, പുനുക്ക്, ജവ്വാദ് എന്നിവയൊക്കെ ചാലിച്ചുകൊണ്ട് നെറ്റിയിലും പുരികത്തിലുമൊക്കെ തിലകമിട്ടുകൊണ്ട് പാർവതി ദേവിയെ പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാകുമെന്നാണ്. ദാമ്പത്യ ജീവിതം സുഖകരമാകും. പിരിഞ്ഞു നിന്നവർ ഒന്നിക്കുന്നതാണ്. വ്യാപാര അഭിവൃദ്ധിക്കായിട്ടും ഇത്തരത്തിൽ ഈ തിലകം തൊടാവുന്നതാണ്. വളരെ വിശേഷപ്പെട്ട അറിവാണ് ഇത് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുക. ഇനി നമുക്ക് രോഗങ്ങൾ അകറ്റുന്ന മുരുക ഭഗവാന്റെ ചില അത്ഭുത ഫലത്തിന്റെ സാങ്കത്യം ഒന്ന് പരിശോധിക്കാം. പഴനി ദണ്ഡായുധപാണിയെ ദർശിക്കാനായിട്ട് നാം എല്ലാം പഴനി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാകും. അവിടുത്തെ പ്രകൃതി രമണീയത നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നതാണ്. ആ മലയ്ക്ക് ചുറ്റും കടമ്പ് മുതലായ വളരെ വിശേഷപ്പെട്ട ഔഷധ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ മരങ്ങൾക്കിടയിലൂടെ വരുന്ന കാറ്റ് തഴുകിയാൽ ഏതൊരു വ്യക്തിയുടെയും ഏത് രോഗത്തെയും ഇല്ലാതാക്കാൻ അത് സഹായകരമാണ്. അവിടെ ചെന്ന് അല്പസമയം ഈ വൃക്ഷലതാദികളുടെ തലോടൽ ഏറ്റുകൊണ്ടിരിക്കുന്നവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഏത് വിഷമതകളും മാറിക്കിട്ടുന്നതാണ്. ഭക്തർ ഹരഹരോ ഹരഹര എന്ന ആനന്ദത്തോടെ വിളിക്കുമ്പോൾ ഇങ്ങനെ ഭഗവാനെ വിളിച്ചുകൊണ്ട് ആടിപ്പാടുന്ന ഭക്തരുടെ വിനകളെല്ലാം ഭഗവാൻ തീർക്കുന്നതാണ്. ശാരീരികമായിട്ടും ജന്മസിദ്ധവുമായിട്ടുള്ള രോഗങ്ങളെല്ലാം മാറ്റുവാനായിട്ട് ഇത് സഹായിക്കും. പഴനി ദണ്ഡായുധപാണിയുടെ ശക്തി അപാരമാണ്. ഏതു തരത്തിലുള്ള പ്രതിസന്ധികളെയും രോഗങ്ങളെയും നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു ദർശന മാത്രയിൽ തന്നെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും പഴനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.